വാങ്ങിച്ച് തിന്നാണ്ടിരിക്കുക കോമ്പൻസേഷൻ. അതൊക്കെ ഈ കുറെ കഥകൾ പറഞ്ഞു തന്നിട്ടുള്ളൂ. കഥകളും കോമ്പൻസേഷനുമായിട്ട് നടക്കുക. കാലിന്റെ കഥ, മറ്റവന്റെ കഥ, മറ്റവന്റെ കഥ, പല പല കഥകളാണ്. എല്ലാ കഥകളും ഉണ്ടാക്കി ഇങ്ങനെ സിനിമാ കഥയെ വെല്ലുന്ന കഥയുണ്ടാക്കുക. സിനിമാ കഥയെ വെല്ലുന്ന കഥ. സിനിമാ കഥയ്ക്ക് ഇത്രയും കഥയില്ല. സിനിമയെ ഇത്രയും കഥയില്ല. എന്നാ കഥകളാണ്. അഭിമന്യം കൊണ്ട് വന്നു, മറ്റേത് കൊണ്ട് വന്നു, മറ്റേത് കൊണ്ട് വന്നു കഥയാണ്. ഞങ്ങളാണെങ്കിൽ കഥയെന്ന് പറയുന്നത് ഇങ്ങനെ കഥ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് കഥയുമായിട്ട് എല്ലാ കഥകളും കൊണ്ട് രാവിലെ ഇറങ്ങും. അത് രാവിലെ ഇരിക്കുക. എന്ത് തോന്നിയാലും പെൺകാലത്തിലേക്ക് പറയാം. സ്വത്ത് വെച്ച് ഭരിക്കണം, പല പല കഥകളാണ്. സ്വത്ത് എന്തെങ്കിലും ഇങ്ങനെ ഇതാക്കി ഇങ്ങനെ ഇൻഷുറൻസ് വേണം. ഇൻഷുറൻസ് കഴിക്കാൻ ഇതൊക്കെ രോഗമായിട്ട് മാറിയിരിക്കുക. രോഗം നമ്മൾ ആരെക്കുറിച്ചും അനാവശ്യ കഥകൾ പറയുന്നതിലൊന്നുമില്ല. അവരവരെ വീട്ടിൽ ഇരിക്കുന്നു. കഥകളൊന്നും ഉണ്ടാക്കുക. കമ്പി വഴിയും കൊണ്ട് വന്ന് മറ്റേ കഥ ആരാണ്ട് ഇങ്ങോട്ട് വരുന്നു. അവിടെ ഇവിടെ അപ്പുറം കുറെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കയറി ഇരുന്നോണ്ട് അവിടെ കയറി ഇങ്ങോട്ട് വരുന്നതാണ് കഥകളാണ്. കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും കയറി ഇരുന്നോണ്ട് സംസാരിച്ചോണ്ടിരുന്നില്ല. ദീപായപ്പണികൾ സംസാരിക്കുന്നതാണ്. തോന്നിയാത്ത കഥ ഉണ്ടാക്കുന്നു. കൊണ്ടുപോയി കൊണ്ട് ഒരാളെയും മരിച്ചില്ല. പിന്നെ തൈര് കൊണ്ടൊന്ന് വരത്ത്
എവിടെ ജീവിക്കാനൊക്കെ ചെയ്യോ? നമ്മൾ ഇവിടെ തന്നെ ജീവിച്ചോളൂ. സഹദേവന്റെ ഭാര്യയും മക്കളും നാം ഇവിടെ തന്നെ ജീവിക്കും. വേറെ എങ്ങും പോകത്തില്ല. ആരെയും പേടിച്ചൊന്നും പോകാൻ മഞ്ഞക്കുന്നതല്ല. തുടങ്ങിയതല്ലേ രോഗം. നമ്മള് കണ്ടവരൊന്നും രോഗത്തിന് പോകുന്നില്ല. ഇങ്ങനെ കുറെ രോഗമായിട്ടിരിക്കുക. കഥയുണ്ടാക്കൽ രോഗം, മറ്റേ രോഗം, മറിച്ച രോഗം. നിന്നോട് എപ്പോഴാ പറഞ്ഞ മരുമക്കൾ ഒരു കൊണ്ടുപോയി ഇപ്പഴാ പറഞ്ഞത്. നിന്നോട് പറയാമോ? എന്നാ നീ വരട്ടെ, നീ വരട്ടെന്നാരെ. എനിക്ക് വയ്യ നിമ്മമാരോട് ഞാൻ സംസാരിച്ചപ്പോ എനിക്ക് അറിഞ്ഞില്ല. സ്വാമിയാണെന്നും പറഞ്ഞ എനിക്ക് അതിനോട് മുന്നേ പോകേണ്ട കാര്യമില്ല. ഞാനിവിടെ ഇരിക്കുന്നത് സ്വാമിയക്കാരുടെ ഞാൻ ഇരിക്കുന്നത്. അമ്പുകളി കൊണ്ട് വരാൻ അമ്പുകളി കൊണ്ട് വരുന്നെങ്കിൽ ഓടാൻ പോയി കൊടുക്കാൻ ഞാൻ കരുതുന്നു. ഞങ്ങളല്ല കഥ പറഞ്ഞത്. കമ്പി വഴിയും കൊണ്ട് വരുന്നു, മറ്റേ തോന്നിയാൽ പറഞ്ഞുണ്ടാക്കുന്നു. കുറെ അമ്മമാര് വെറുതെ നാക്കിൽ എല്ലില്ലെന്ന് പറഞ്ഞ് തടി തോന്നിയാൽ തന്നെ പറഞ്ഞുണ്ടാക്കുന്നത്. കണ്ട ആണുങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അവന്റെ കർണാടി പഠിക്കണം. കണ്ട ആണുങ്ങൾ ഇവിടെ കയറുന്നത് പറഞ്ഞുണ്ടാക്കുന്ന കഥ ഉണ്ടാക്കുന്നതിന്റെയൊക്കെ തോന്നിയാൽ പറഞ്ഞുണ്ടാക്കുന്നു. രാവിലെ എന്നൊക്കെ ഒരാൾക്ക് ജോലിയില്ലാതെ നടക്കുക. എത്ര ആണുങ്ങളാണ് ഓരോ വീട്ടിൽ ഒരു കാര്യം പിടിഞ്ഞ് കാണുന്നുണ്ട്. ആണുങ്ങൾ വരുന്നതും പോകുന്നതല്ല. ഇവിടുത്തെ പ്രമുഖരായിരുന്നു പറയുന്ന ആണുങ്ങളൊക്കെ വെളിയിൽ പറയുന്നവരെ ഞങ്ങൾ കേൾക്കുന്നത്. ഇവിടെ അല്ല. ഞങ്ങൾ ഒരു ആണുങ്ങളെ ഇവിടെ ഒരിക്കലും കേൾക്കാറുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ പണ്ടേ ആണുങ്ങൾ വരുന്നില്ല. നാട്ടുകാരൊന്നും കയറ്റി വെക്കുന്നില്ല. ഇവിടെ ഒന്നും ഇവിടെ 500, 600 കാറും സ്കൂട്ടറും മിനിറ്റിന് ഓരോരുത്തരുടെ വീട്ടിൽ പോകുന്നത്. ഞങ്ങളുടെ വീട്ടിലൊന്നും വരുന്നില്ല. വരേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഏറ്റു കൂട്ടിയിട്ടേക്കുവാ. കഥകൾ ഉണ്ടാക്കുന്നു. രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴേ ആരാണ്ട് വരുന്നെന്ന് കഥ. എന്താ തോന്നിയാസടാ ഇത്? പെണ്ണുങ്ങളെ കുറിച്ച് എന്താ അനാവശ്യം പറയാവുന്ന ഇത്? എന്നെ റെക്കോർഡുണ്ട്. ഇവനാണ് അവളെ കുറിച്ച് അനാവശ്യം പറയാന്. കടക്കാരെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ പെണ്ണുങ്ങളെ കുറിച്ച് പറയാൻ പറ്റട്ടെ. ഇവിടുത്തെ എന്നെ കുറിച്ച് പറയാൻ പറ്റാൻ ആരാ? സുബ്രഹ്മണ്യൻ ഒന്നാമത് കാര്യം പറഞ്ഞത്. ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞില്ല. കമ്പി വഴി എന്താ കമ്പി വഴി കൊണ്ടുവരാണ് ഇവിടെ? കമ്പിവടി കൊണ്ട് പറഞ്ഞേക്ക് വരുമെന്ന് പറഞ്ഞ എന്നാ സ്വാമി ഇനി വരട്ടെ. സ്വാമി വരച്ച് കമ്പി വഴിയുന്നുണ്ട്. വരുമെന്ന് പറഞ്ഞോട് ചോദിക്കേ. ഇങ്ങോട്ട് വരാതെ ഇവിടെ ഒരുത്താൻ പറഞ്ഞില്ല. ഇങ്ങനെയല്ല കഥയുണ്ടാക്കൽ. എന്താ കഥയാക്കില്ല. മക്കളാക്കി വെച്ച് മറ്റേതാക്കി വെച്ച് മറിച്ചേതാക്കി വെച്ച് കണ്ടവനെയൊക്കെ ഭർത്താവാക്കി വെക്കലെങ്കിലോ ജോലി. കണ്ടവനെയൊക്കെ ഭർത്താവാക്കി വെക്കുന്ന അവരങ്ങനെ ഒരുപാട് പേരെ ഭർത്താവാക്കി. അവസാനം സുബ്രഹ്മണ്യനെ കിട്ടി. ഒരുപാട് പേരെ ഭർത്താവാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവള് സുബ്രഹ്മണ്യനെ കണിയാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഇങ്ങോട്ടൊന്നും ആരും പ്രേരിപ്പിക്കാൻ വേണ്ട. എല്ലാവരും കുറെ ഭർത്താക്കന്മാർ വരുന്നുണ്ട് കാണാൻ. ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും 10 വരും. ഇവിടെ വരേണ്ട കാര്യമില്ല. ഇവിടുത്തെ കയറ്റത്തിനില്ല. ഇവിടെ വരേണ്ടതും വരും. അതേ ഉള്ളൂ. എന്റെ ഭർത്താവ് മരിച്ചു പോയി. ഞാൻ പിന്നെ വീട്ടിന്റെ കൂടെ 90 രൂപ 5 തീയതി മരിച്ചതാണ്. ആ ഓർമ്മയിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നമ്മളാരുടെയും കൂടെ അത് ജീവിക്കുന്നത്. ഞങ്ങളുടെ പെൻഷനും കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നത്. മറ്റു വല്ലവരുടെയും കാശ് പിടിച്ചു വാങ്ങിക്കാൻ. അല്ലാതെ ഞങ്ങള് എൻ്റെ അച്ഛൻ 6 വർമ്മക്കളുണ്ട്. എല്ലാവരെയും പഠിപ്പിച്ച് ഉദ്യോഗസ്ഥരാക്കിയാണ് കല്യാണം കഴിപ്പിച്ചു വിട്ടത്. ആരുടെയും 10 പൈസയും വാങ്ങിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഏത് വീട്ടിലുണ്ട് ഇങ്ങനെ ഏതായാലും പഠിച്ച ഉദ്യോഗസ്ഥരായ ഏത് വീട്ടിലുണ്ട് പഠിപ്പിച്ചത്? ഏതെങ്കിലും വീട്ടിലുണ്ടെന്ന് പറയാമോ? പറഞ്ഞതാ. എന്ത് പ്രയാസം. അതിന് പോലീസുകാർ ചോദിച്ചാൽ അയാളും പഠിച്ചിട്ടുണ്ടാകും ഉദ്യോഗസ്ഥരാകാൻ. ഒരു തന്നെ പോലീസുകാർ കണ്ട